അവരെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സർക്കാർ വിതരണം ചെയ്തിട്ടില്ലാത്ത ബ്രെഡ് പൂത്തൂന്ന് കഥയുണ്ടാക്കിയ സ്ഥലമാണ് ചൂരൽമല. പിന്നെ ദുരന്തത്തിന് 1 വർഷം തികയുന്ന ദിവസം ചൂരൽമലയിൽ ഒരു നഗരമേ ഇല്ല, അങ്ങനെ ഒരു തയ്യാറെടുപ്പേ നടന്നിട്ടില്ല എന്ന് വാദിച്ചു. അവസാനം ഞങ്ങൾ മാധ്യമങ്ങളെയും കൂട്ടി ആ മാതൃകാ വീടിൻ്റെ മുമ്പിലേക്ക് പോയപ്പോൾ മാതൃകാ വീട് നല്ലതാണെന്ന് സമ്മതിച്ചവർ പുറത്തിറങ്ങി ആകെ പണിതത് ഒരേ ഒരു വീടാണ് എന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 13 കോടതി വിധി പ്രകാരം ഒക്ടോബർ 2, 3 മുതൽ ഏപ്രിൽ 13 വരെ അനങ്ങാൻ പറ്റാതെ കോടതി കൂച്ചുവിലങ്ങിട്ടൊരു ഗവൺമെൻറ് ഏപ്രിൽ 13 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 3.25 മാസം കഴിയുന്നതിന് മുമ്പ് ഒരു വീട് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും കൂടി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ വേഗതയിലാണോ പതുക്കിയാണോ എന്ന ചോദ്യം ആളുകളുടെ മുമ്പ് ആകേണ്ടതില്ല. ഇത് ഗവൺമെൻറ്റിനെ ആക്രമിക്കാനുള്ള എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലൊരു ഗൂഢാലോചനയാണ്. ഇവർക്ക് പണം കൊടുത്ത് വിട്ടാൽ പോലെ. ചിലർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു 50 ലക്ഷം വീതം വീടില്ലാത്തവർക്ക് കൊടുത്താൽ അവരെ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാം. അങ്ങനെ മോചിപ്പിക്കുന്ന ഒരു ശരിയായ കാര്യമാണോ? അവരെല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ഇതാ 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 25 സർക്കാർ തീരുമാനിക്കുന്നത് എത്രയാണോ അത് കൊടുത്ത് ദുരന്തഘട്ടത്തിൽ വേർപിരിയേണ്ട ബന്ധമല്ല സർക്കാരും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ളത്. അവരുടെ ആഗ്രഹം ഏത് വിധേനയും സാധിച്ചു കൊടുക്കണം, അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആവശ്യമായ വെള്ളം സൂക്ഷിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരു നഗരത്തിലേക്ക് പ്രവേശിച്ചാൽ 7 സെൻറ്റ് സ്ഥലവും മതിൽ കെട്ടിയിട്ടുള്ള നല്ല ഉറപ്പോടെ 5 വർഷത്തെ ഗ്യാരണ്ടിയോടെ 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലവും കൊടുക്കുക എന്നൊരു മാതൃകാ പദ്ധതി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ്. കഴിഞ്ഞ് ബില്ല് സമർപ്പിക്കുന്ന വഴിക്കാണ് പണം കൊടുക്കുക. എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക ആദ്യത്തിലല്ല, അക്കൗണ്ട് അവസാനിപ്പിക്കുമ്പോഴാണ് പൂർത്തീകരിക്കുക. അതറിയാത്ത ആരുണ്ട്? ഒരു ദുരന്തബാധിതനെയും സർക്കാർ വഴിയാധാരമാക്കില്ല, ഒരു ദുരന്തബാധിതനെയും വഴിയിലിട്ട് പോകില്ല. ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളുടെയോ പ്രതിഷേധങ്ങളുടെയോ മുൻപിൽ അർഹമാണെങ്കിൽ ചെവി കൊട്ടില്ല, കണ്ണടക്കില്ല. കാരണം അത് അസാധാരണക്കാരായ മനുഷ്യരുടെ വികാരമാണ്. പെട്ടെന്നൊരു ഞൊടിയിൽ, ഇപ്പോൾ ഒരു ഞൊടിയിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ദയവായി ആരും തയ്യാറാകരുത്. വളരെ സമചിത്തതയോടെ, നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, ചൂരൽമലയിലേക്ക് പുത്തുമലയിൽ നിന്ന് വന്നു, ചൂരൽമലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് പോകുന്നു. ഇനി പോകാൻ കഴിയാത്ത വിധം നാം സുരക്ഷിതരായിരിക്കണം. ആ കാര്യം നിർവഹിക്കും എന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതരോടൊപ്പം ഇപ്പോഴും സർക്കാരുണ്ട്. ഒരു ഘട്ടത്തിലും സർക്കാർ മാറിപ്പോകില്ല. അവസാനത്തെ ദുരന്തബാധിതനെയും സേഫാക്കാതെ ചുരം ഇറങ്ങില്ല ഈ ഗവൺമെൻറ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മന്ത്രി എന്ന നിലയിൽ എന്ത് തോന്നുന്നു? അതായത് നമ്മളുടെ അതിജീവനത്തിന് എത്രമാത്രം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, അതിൻ്റെ എന്തൊക്കെ കടമ്പകളാണ് ഇനി ബാക്കിയുള്ളത് എന്നൊന്നും പറയാം. പുനരധിവാസത്തെക്കുറിച്ച് സർക്കാരിൻ്റെ സങ്കല്പം തികച്ചും വ്യത്യസ്തമായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ട് 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെൻറ് പുനരധിവാസം എന്ന പദം കൊണ്ട് ഉന്നയിക്കുന്നത് കേവലം വീട് നഷ്ടപ്പെട്ടവരുടെ വീട് കൊടുക്കലല്ല, സമഗ്രമായൊരു പുനരധിവാസമാണ്. ജൂലൈ 30 മുതൽ ആരംഭിച്ചതാണ് ആ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി വലിയ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പുകളിലുള്ള മുഴുവൻ പേർക്കും ആദ്യഘട്ടത്തിൽ 10,000 രൂപ വീതം നൽകി. മറ്റു തൊഴിലുകൾ നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധികൾക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ മുതിർന്ന 2 പേർക്ക് 300 രൂപ വീതം 1 വർഷക്കാലത്തേക്ക് സഹായം നൽകി. ഭക്ഷ്യക്കിറ്റുകൾ ആദ്യം മുതൽ വിതരണം ചെയ്ത് ഇപ്പോഴും പ്രതിമാസം 1000 രൂപയുടെ സിവിൽ സപ്ലൈസ് സ്റ്റോറിലെ കൂപ്പണുകൾ ആ വിധത്തിൽ വിതരണം ചെയ്തു വരികയാണ്. സ്ഥായിയായ പുനരധിവാസം ഉറപ്പുവരുത്തും വരെ എല്ലാ വീടുകൾക്കും വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബന്ധുവീടുകളിൽ പോയവർക്കും 6000 രൂപ വീതം നൽകുകയാണ്. 32ാമത്തെ ദിവസം ദുരന്തം കഴിഞ്ഞ് നമ്മൾ പുതിയ സ്കൂൾ അന്തരീക്ഷം ആരംഭിച്ചു. അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയ മക്കൾക്ക് 10 ലക്ഷം രൂപ വീതവും അതിലൊരാൾ മരണപ്പെട്ട മക്കൾക്ക് 5 ലക്ഷം രൂപ വീതവുമുള്ള സഹായത്തിന് പുറമെ എല്ലാ കുഞ്ഞുങ്ങൾക്കും 3 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ CSRലൂടെ നിക്ഷേപിച്ചു. 18 മുതൽ 21 വരെ വയസ്സുള്ളവർക്ക് ആ കുട്ടികൾക്ക് പഠിക്കാൻ ഓരോ മാസവും 4000 രൂപയുടെ സ്റ്റൈപ്പൻഡ് നിശ്ചയിച്ചു. വെള്ളറമല സ്കൂളിൽ നിന്ന് മേപ്പാടി ഹൈസ്കൂളിലേക്ക് വന്ന കുട്ടികളെ പാർപ്പിക്കാനായി 8 മുറികളുടെ പുതിയ കെട്ടിടം വന്നു. 4 മുറികളുടെ ഒരു അപ്സ്റ്റെയർ കൂടി പുതിയതായി വരാൻ പോവുകയാണ്. അവിടെ മുണ്ടക്കൈ LP സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി പഠിപ്പിച്ചു.
ഒറ്റ സന്തോഷമുണ്ട് ഈ ദുഃഖത്തിനിടയിലും. ഈ ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ SSLC പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും 100% വിജയം വരിച്ചു. അവരെ മാനസികമായും പഠന നിലവാരത്തിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ദുരന്തത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടവും അല്ലാത്തവരുമായ 1028 കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു മൈക്രോ പ്ലാൻ ആരംഭിച്ചു. 4806 വ്യക്തികളുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യം, ജീവനോപാധി, ഈ 4 ലക്ഷ്യങ്ങൾ വെച്ച് 6107 പദ്ധതികൾ അതിനുവേണ്ടി തയ്യാറാക്കി. ഓരോ വകുപ്പുകൾക്കുമുള്ള പ്രത്യേകമായിട്ടുള്ള അലോക്കേഷന് പുറമെ നേരിട്ട് കുടുംബശ്രീക്കും അതുമായി ബന്ധപ്പെട്ട തുക അനുവദിച്ച് ആ പ്രവർത്തനങ്ങളുമായി പോയി. അതിലൊരു പ്രത്യേക ഘട്ടമാണ് ദുരന്തബാധിതരുടെ പുനരധിവാസം. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത്, ദുരന്തബാധിതർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഞങ്ങളെ ഏതെങ്കിലും ഒരു സ്പോൺസർക്ക് വിട്ടുകൊടുക്കാതെ, ഞങ്ങൾക്കൊരു തുക തന്ന് അവസാനിപ്പിക്കാതെ, പഴയതുപോലെ തിരിച്ചു വരാനായില്ലെങ്കിലും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആടാനും പാടാനും ഒരുമിച്ചിരിക്കാനും കളി പറയാനും ജീവിക്കാനും ഒരിടം വേണം. അതുകൊണ്ടൊരു പുതു നഗരം എന്ന ആഗ്രഹം ഞങ്ങൾ മുന്നിൽ വെച്ചു. സുരക്ഷിതമായ എസ്റ്റേറ്റുകളിൽ 2 എൽസ്റ്റോണും നെടുമ്പാലയും ഈ ദുരന്തം നടന്ന് 62ാമത്തെ ദിവസം സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ ചില കേസുകളിലേക്ക് പോയി. ആ കേസുകളുടെ ഭാഗമായി ഡിസംബർ 27-ാം തീയതി ആദ്യത്തെ കേസിൻ്റെ വിധി സർക്കാരിന് അനുകൂലമായി വന്നു. സർക്കാർ അവിടെ പുതുനഗരത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കി വന്നപ്പോൾ വീണ്ടും കോടതിയുടെ ഇടപെടൽ നടന്നു. വിവിധ കോടതിയുടെ ഇടപെടൽ ഒക്ടോബർ 3-ന് ഏറ്റെടുത്ത ഭൂമിയിൽ ഏപ്രിൽ 11 വരെ നിലനിന്നു. ഈ കാലം മുഴുവൻ നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള നഷ്ടമുണ്ടായി. ഏപ്രിൽ 13 മുതൽ പുനരധിവാസത്തിൻ്റെ പ്രവർത്തനം വീടുകൾ എന്ന നിലവാരത്തിൽ ആരംഭിച്ചപ്പോൾ 5 സ്കോണുകളിലായി 150-ലധികം വീടുകൾക്ക് തറ തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ പോയി. ജൂലൈ 30-ന് ദുരന്തം നടന്നതിൻ്റെ 1 വർഷം പൂർത്തീകരിക്കുന്ന ദിവസം ഒരു വീട് മോഡൽ വീടായി ജനങ്ങൾക്ക് കാണാൻ പൊതുവായി നിശ്ചയിക്കുകയും ചെയ്തു. ഡിസംബർ 31-നുള്ളിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ പുതുനഗരത്തിലേക്ക് നാം കൊണ്ടുവരും. അതിനുവേണ്ടി ഏറ്റവും വേഗതയിലും കൃത്യവുമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. മാതൃകാ വീട് എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിനിലേക്ക് സർക്കാർ പോയപ്പോൾ അതിനെതിരെ കുറേ പ്രചരണങ്ങൾ വന്നു. ഇതിന് തറയില്ല, ഇതിൻ്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, പ്രതിപക്ഷവും മാധ്യമങ്ങളൊക്കെ കൂടിയിട്ടുള്ള അതിലൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഇല്ല. അത് തീർത്തു കൊടുക്കുന്നതിൽ സർക്കാരിന് ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം തറയില്ലാത്ത വീടെന്നൊക്കെ പറയുന്നവൻ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്, ചിത്രം മാത്രം കണ്ടിട്ടാണോ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ നിലയിൽ നമ്മളൊരു വീടിന് തറയുണ്ടാക്കുക എങ്ങനെയാണ്? ഒരു 1.5 അടി താഴത്തേക്ക് കരിങ്കല്ല് കെട്ടും. അത് ഭൂമി നിലവാരത്തിലായി മണ്ണിട്ട് ധരിപ്പിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 1 അടി കൂടി മുകളിലേക്ക് കരിങ്കല്ല് വീണ്ടും കെട്ടും. ഒരു 10 സെൻറ്റിമീറ്റർ കനത്തിൽ ബെൽറ്റ് വാർക്കും. അത് വെച്ചിട്ടുള്ള വീടാണ് സാധാരണ പണിയുക. ഇവിടെ 1.5 അടി താഴത്തേക്കും 1 അടി മുകളിലേക്കും അല്ല, യഥാർത്ഥത്തിൽ 10 അടി വരെ താഴത്തേക്ക്, എല്ലാതും 10 അടി എന്നല്ല ഞാൻ പറഞ്ഞത്, 3 അടി മുതൽ എവിടെയാണോ ഉറപ്പുള്ള ഭൂമി ഉണ്ടാകുക അതുവരെ കുഴിച്ച് അവിടെ കോൺക്രീറ്റ് ഇട്ട് അതിൻ്റെ മീതയ്ക്ക് 9 പില്ലറുകളാണ് ഉയർത്തുന്നത്. 9 പില്ലറുകൾ തറയേക്കാൾ വളരെ കരുത്തോടെ, എത്ര വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായാലും തകരാത്ത വിധത്തിൽ 9 പില്ലറുകളോട് കൂടിയിട്ടുള്ള പുതിയ വീട്. അതിനെന്തിനാണ് പിന്നെ തറ? സാധാരണ നിലയിൽ തറ ഉയരത്തിൽ നിന്ന് ബെൽറ്റ് വാർക്ക് 10 സെൻറ്റിമീറ്റർ കനത്തിലാണ്. ഇവിടെ ബെൽറ്റ് വാർക്കുന്നത് 45 സെൻറ്റിമീറ്റർ കനത്തിലാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ട ഒരു വീട്ടിലും ഇല്ലാത്തതുപോലെ വീടിന് 5 വർഷക്കാലത്തെ വാറണ്ടി. അതൊരു പുതിയ അത്ഭുതമല്ലേ? അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും വാറണ്ടി ഉള്ളതാണ്. ചുമരിലടിക്കുന്ന പെയിൻറ്റിന് 7 വർഷത്തെ വാറണ്ടി, ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് 10 വർഷത്തെ വാറണ്ടി, അവിടെ വെച്ചുള്ള ജനലിന് 20 വർഷത്തെ വാറണ്ടി. ഇത് വെറുതെ പറച്ചിലല്ല. ആ വാറണ്ടിയുടെ ഗ്യാരണ്ടിയുടെ രേഖകളെല്ലാം ആ വീട്ടിലേക്ക് താമസിക്കുന്നതിനോടൊപ്പം വീട്ടുടമസ്ഥന്മാർക്ക് നൽകും. എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള സ്ട്രക്ചറിന് 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കേടുപാട് വന്നാൽ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കോൺട്രാക്ടറിൽ നിക്ഷിപ്തമാണെന്ന് കരാർ എഴുതി തീരുമാനിച്ചിട്ടാണ് ആ വർക്കിലേക്ക് നമ്മൾ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഭൂമി, പിന്നെ വീട്, അതിന് ചുറ്റും മതിൽ, അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, അകത്തേക്ക് കടന്നാൽ ഡൈനിങ് ഹാൾ ഉൾപ്പെടെ വിശാലമായിട്ടുള്ള റൂം, പഠനമുറി, 2 ബെഡ്റൂം, 2 ബാത്റൂം, അടുക്കള, വർക്ക് ഏരിയ, ഇതെല്ലാം കൂടി വളരെ മനോഹരമായിട്ടുള്ള, പുറത്തൊരു കോണിയുണ്ട്, മുകളിലും 45 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വഭാവം ഉണ്ടാക്കി
ഇനി അതിന് മീതെ കട്ട വെച്ചാൽ രണ്ടാമത്തെ നിലയും വാർക്കാൻ പറ്റും എന്ന ധാരണയോടുകൂടി ഉണ്ടാക്കിയതാണ്. 30 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ കളവാണ്. നേരത്തെ ULCC ആകാശ ദൃശ്യങ്ങൾ വെച്ച് കണ്ട് ഒരു വീടുണ്ടാക്കാനുള്ള കാശ് കണക്ക് കൂട്ടിയപ്പോൾ 30 ലക്ഷത്തോളം രൂപ വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക്കേഷനുള്ള ഒരു വീടുണ്ടാക്കാൻ ഇപ്പോഴത്തെ PWDയുടെ DSR 2021 വെച്ചാണെങ്കിൽ 31,50,000 രൂപ GST അനുസരിച്ച് GST ഒഴികെ മിനിമം വേണ്ടി വരും. എന്നാൽ ഇവിടെ നമ്മൾ നെഗോഷിയേഷനിലൂടെ അവർക്ക് കൊടുക്കുന്നതാകെ 22 ലക്ഷം രൂപയാണ്, അല്ലാതെ 30 ലക്ഷം രൂപ എന്നൊരു കോൺട്രാക്റ്റും. അതായത് മാതൃകാ വീടിന്റെ യഥാർത്ഥ ചെലവ് എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയാണ്. യഥാർത്ഥത്തിൽ ഈ വീട് നിർമ്മിക്കുന്നതിന് 22 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. അതിലെന്തെല്ലാം ഉൾപ്പെടും? ഈ വീട് ഉൾപ്പെടും, വീടിന്റെ ചുറ്റുമുള്ള മതിൽ ഉൾപ്പെടും, വീടിന്റെ മുമ്പിൽ കിട്ടുന്ന ടൈൽ ഉൾപ്പെടും, വീടിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ഇപ്പൊ കാണുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള പെയിന്റ് വരും, മറ്റ് നിരവധി സംവിധാനങ്ങൾ, അതിനകത്തുള്ള സീലിംഗ് ഫാൻ, ലൈറ്റ്, ബൾബ്, ഇതെല്ലാം ഉൾപ്പെടെ ഉള്ള ചിലവാണ് 22 ലക്ഷം രൂപ. ബാക്കി എല്ലാ ചിലവും സർക്കാർ എടുക്കുന്നത് ഭൂമി തട്ട് നിരപ്പാക്കാൻ, റോഡ് ഉണ്ടാക്കാൻ, അവിടെ ലൈബ്രറി ഉണ്ടാകും, അവിടെ കളിക്കളം ഉണ്ടാകും, അവിടെ സെവൻസ് ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടാകും, അവിടെ മാർക്കറ്റ് ഉണ്ടാകും, അവിടെ വായനശാല ഉണ്ടാകും, ആരോഗ്യ കേന്ദ്രം ഉണ്ടാകും. ഇതെല്ലാം സർക്കാരിൻ്റെ ചിലവിൽ വയ്ക്കും. ഒരു നഗരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ജലവിതരണത്തിന് തടസ്സമില്ലാത്ത വിധത്തിൽ ആവശ്യമായ വെള്ളം സൂക്ഷിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരു നഗരത്തിലേക്ക് പ്രവേശിച്ചാൽ 7 സെൻറ്റ് സ്ഥലവും മതിൽ കെട്ടിയിട്ടുള്ള നല്ല ഉറപ്പോടെ 5 വർഷത്തെ ഗ്യാരണ്ടിയോടെ 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലവും കൊടുക്കുക എന്നൊരു മാതൃകാ പദ്ധതി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല. നിങ്ങൾ അത്തരം പരീക്ഷണം നോക്കിയിരുന്നു? അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ദുരന്തം നടന്നതിന് ശേഷം നടന്ന പുനരധിവാസം കേരളത്തിലെ പുനരധിവാസത്തിൻ്റെ മാതൃകയോ അല്ലെങ്കിൽ പഠനത്തിനൊക്കെ എടുത്തിട്ടുണ്ട്? കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന പുനരധിവാസത്തിൻ്റെ ദയനീയമായ മാതൃക എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിന് മുമ്പ് നടന്ന പുനരധിവാസ പ്രവർത്തനം എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരുടെയും കുറ്റമല്ല, ആരെയും കുറ്റപ്പെടുത്താനും ഞാൻ പറഞ്ഞതല്ല. സുനാമി ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് വീടുകളാണ്. ആ വീടുകൾ പല സംഘടനകൾ പലതുപോലെ, പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക്കേഷനും ഇല്ലാതെ പണിത വീടുകളാണ്. ആ വീടുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആ വീടുകൾക്ക് 1 മാസത്തെ പോലും ഗ്യാരണ്ടി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 1 മാസത്തെ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ആ വീടുകൾക്ക് ഇപ്പം 5 വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ആ വീടുകൾക്ക് 1 മാസത്തെ പോലും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒക്കെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയല്ലേ. കേരളത്തിൻ്റെ പോലും മുൻകാല അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കി. ഇവർക്ക് പണം കൊടുത്ത് വിട്ടാൽ പോരെ? ചിലർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു 50 ലക്ഷം വീതം വീടില്ലാത്തവർക്ക് കൊടുത്താൽ അവരെ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാം. അങ്ങനെ മോചിപ്പിക്കുന്ന ഒരു ശരിയായ കാര്യമാണോ? അവരെല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 25 സർക്കാർ തീരുമാനിക്കുന്നത് എത്രയാണോ അത് കൊടുത്ത് ദുരന്തഘട്ടത്തിൽ വേർപിരിയേണ്ട ബന്ധമല്ല സർക്കാരും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ളത്. അവരുടെ ആഗ്രഹം ഏത് വിധേനയും സാധിച്ചു കൊടുക്കണം. അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മാധ്യമങ്ങളിലൊക്കെ വാർഷികമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തകളിൽ ഒന്ന് ഇതായിരുന്നു, ദുരിതാശ്വാസ നിധിയിൽ 200ഓളം കോടി വെറുതെ വെച്ചിരിക്കുകയാണ്, അത് ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധി എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത്? അതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള മാതൃക? ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏറ്റവും സുതാര്യമാണ്. ആർക്കും വിവരാവകാശം വെച്ചതെടുക്കാം. ചൂരൽമല വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടിയ പണം എത്രയാണോ ആ പണം തികച്ചും സുതാര്യമായി ചെലവഴിക്കും. ആ പണം പൂർണ്ണമായിട്ടും ഈ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്തും പോയി നമ്മൾ ചെലവഴിക്കില്ല. എന്ന് മാത്രമല്ല, 700 ചില്ലാനം കോടി രൂപ ദുരന്ത നിവാരണ വകുപ്പിൽ കിട്ടിയാൽ അതപ്പോൾ തന്നെ പിറന്നാളിന് കേക്ക് മുറിച്ച് വീതം വയ്ക്കുന്നത് പോലെ വീതം വയ്ക്കാൻ പറ്റുമോ? ആവശ്യങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് പണം കൊടുക്കുക. ആഗസ്റ്റ് മാസത്തിൽ ഈ പണം കിട്ടിയാൽ ഈ ജൂലൈ മാസത്തിൽ വീടിന് കൊടുക്കേണ്ട വാടക അന്ന് കൊടുക്കാൻ പറ്റുമോ? അന്നെടുത്ത് ചെലവഴിക്കാൻ പറ്റുമോ? അതത് ഘട്ടത്തിൽ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ചെലവഴിക്കുക. നമ്മൾ ULCCയുമായിട്ട് മൊത്തത്തിൽ കരാറുണ്ടാക്കി 299 കോടിയുടെ. ആ പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ചെലവഴിച്ചനുസരിച്ചല്ലേ കാശ് കൊടുക്കാൻ പറ്റുക. ഡബ്ബറി റിമൂവലിന് നമ്മൾ പണം തീരുമാനിച്ചു. ഡബ്ബറി റിമൂവലിന് അഡ്വാൻസ് ആയിട്ട് ആർക്കെങ്കിലും പണം കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ് ബില്ല് സമർപ്പിക്കുന്ന വഴിക്കാണ് പണം കൊടുക്കുക. എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക ആദ്യത്തിലല്ല, അക്കൗണ്ട് അവസാനിപ്പിക്കുമ്പോഴാണ് പൂർത്തീകരിക്കുക. അതറിയാത്ത ആരുണ്ട്? പക്ഷെ സർക്കാരിന് ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണിത്. ഞാൻ നിങ്ങളൊന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ആലോചിച്ച് നോക്കൂ. ജൂലൈ 30 മുതൽ ഈ ജൂലൈ 30 വരെ കേരളത്തിലെ ഗവൺമെൻറ് കേട്ടതുപോലെ അപമാനങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുവരെ ദുരന്തബാധിതർക്ക് അവരെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സർക്കാർ വിതരണം ചെയ്തിട്ടില്ലാത്ത ബ്രെഡ് പൂത്തൂന്ന്
കഥയുണ്ടാക്കിയ സ്ഥലമാണ് ചൂരൽമല. ആഗസ്റ്റ് 17 കേന്ദ്ര ഗവൺമെൻറ്റിന് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ചെലവഴിച്ചതും ചെലവഴിക്കാൻ സാധ്യതയുള്ളതുമായ ഇതുവരെ ₹1 പോലും തരാത്ത മെമ്മോറാണ്ടത്തിൻ്റെ ഒരു പോർഷൻ വരച്ചെടുത്ത് ഓരോ ശവക്കുഴിക്കും ₹75,000 വെച്ച് പിണറായി വിജയനും കൂട്ടുകാരും എഴുതിയെടുത്തു എന്ന് 36 മണിക്കൂർ ചർച്ച ചെയ്തതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഓരോ തവണ കേസിലും കോടതി ഇടപെടുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ലെന്നും ഇവിടെ വീട് പണിയാൻ പോകുന്നില്ലെന്നും തെറ്റായ ആശയപ്രചരണങ്ങൾ നടത്തിയിടമാണ് ഈ ചൂരൽമല. ഇപ്പോൾ ദുരന്ത ദുരന്തത്തിന് 1 വർഷം തികയുന്ന ദിവസം ചൂരൽമലയിൽ ഒരു നഗരമേ ഇല്ല, അങ്ങനെ ഒരു തയ്യാറെടുപ്പേ നടന്നിട്ടില്ല എന്ന് വാദിച്ചു. അവസാനം ഞങ്ങൾ മാധ്യമങ്ങളെയും കൂട്ടി ആ മാതൃകാ വീടിൻ്റെ മുമ്പിലേക്ക് പോയപ്പോൾ മാതൃകാ വീട് നല്ലതാണെന്ന് സംഭവിച്ചവർ പുറത്തിറങ്ങി ആകെ പണിതത് ഒരേ ഒരു വീടാണ് എന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 13 കോടതി വിധി പ്രകാരം ഒക്ടോബർ 2, 3 മുതൽ ഏപ്രിൽ 13 വരെ അലങ്ങാൻ പറ്റാതെ കോടതി കൂച്ചുവിലങ്ങിട്ടൊരു ഗവൺമെൻറ് ഏപ്രിൽ 13 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 3.25 മാസം കഴിയുന്നതിന് മുമ്പ് ഒരു വീട് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും കൂടി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ വേഗതയിലാണോ പതുക്കിയാണോ എന്ന ചോദ്യം ആളുകളുടെ മുമ്പ് ആകെ ഉണ്ടാകില്ലേ? ഇത് ഗവൺമെൻറ്റിനെ ആക്രമിക്കാനുള്ള എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചനയാണ്. ഞങ്ങളിതിന് മറുപടി പറയാൻ നേരം കളയുന്നില്ല. ജനങ്ങൾ പറയുന്ന മറുപടിയാണ്. ഇതുവരെ ഞങ്ങൾക്കെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും കാലം തെളിയിച്ചു. അല്ല, ഇതും കാലം തെളിയിക്കും. 15 ലക്ഷം രൂപയുടെ വീട് മോളിക്കാണുന്ന ലൈറ്റ് ഇട്ടത് അവൻ തന്നെ പറഞ്ഞു ഞാൻ കൊടുത്തത് 15 ലക്ഷം അല്ല, അത് തെറ്റായ പ്രചരണമാണ്. എന്നിട്ടും ആരോപണം ഉന്നയിച്ചവർക്ക് കൊതി തീർന്നിട്ടില്ല. പറയട്ടെ, സർക്കാരിന് പേടിയില്ല. സർക്കാരിന് താല്പര്യം വിവാദങ്ങളിലല്ല, സാധാരണ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അതിവേഗത്തിലുള്ള വികസന പ്രക്രിയയിലാണ് താല്പര്യം. വിവാദങ്ങളിൽ താല്പര്യമുള്ളവർ അങ്ങനെ പോകട്ടെ, സർക്കാർ അതിന് മുഖം കൊടുക്കാൻ പോകും. മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും, അതായത് ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയല്ല, അല്ലെങ്കിൽ ലോകത്ത് എവിടെയും അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങളുടെ പിന്തുണ സർക്കാരിന് ഈ പുനരധിവാസത്തിൽ കിട്ടാത്ത പോയത്? മാധ്യമങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ശരികളെ. പക്ഷേ മാധ്യമങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങളിൽ ബോധപൂർവം സർക്കാരിനെതിരായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ എല്ലാവിധത്തിലും സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് അന്ത്യം കാണാനും അവസാനിപ്പിക്കാനും പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ആരെല്ലാം പങ്കുപറ്റിയെന്ന് ചരിത്രം തെളിയിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പുനരധിവാസത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ 98 അംഗങ്ങളുള്ള ഭരണപക്ഷമോ 42 അംഗങ്ങളടങ്ങുന്ന പ്രതിപക്ഷമോ ആകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷമില്ലാത്തവരുൾപ്പെടെ 3.5 കോടി മലയാളികളുടെ കരുതലും കാത്തിരിപ്പുമാകണം ഈ ദുരന്ത നിവാരണത്തിൻ്റെ പിന്നിൽ. അതുകൊണ്ട് സർക്കാരിന് വിവാദങ്ങളിൽ താല്പര്യമില്ല. ഈ 412 വീടുകൾ സർക്കാർ നിർമ്മിക്കുന്നുണ്ട്, 410 വീടുകൾ സർക്കാരിൻ്റെ നേതൃത്വം നിർമ്മിക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ചില വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണോ, എന്താണ് അതിന് ഇപ്പോൾ നിലവിൽ അവർ ആരോപിക്കുന്നത്? സർക്കാർ ഭൂമി തന്നിട്ടില്ല, ലീഗിൻ്റെതാണെങ്കിൽ നിയമക്കുരുക്കിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു മറുപടി? ഞാൻ ചോദിക്കുന്നത്, ഭൂമി എന്തുകൊണ്ട് വീട് എന്തുകൊണ്ട് വെച്ചില്ല എന്ന് മറുപടി പറയേണ്ടത് വെക്കുമെന്ന് വാഗ്ദാനം ചെയ്തവരല്ലേ. സർക്കാരിനോട് പറഞ്ഞിട്ടല്ല ഈ വീട് ആരും വെക്കാൻ പോകുന്നത്. സർക്കാർ പ്രഖ്യാപിച്ചത് വരൂ നമുക്കെല്ലാവർക്കും കൂടി ഒരു പുതുനഗരത്തിൽ ഒരു മനസ്സായി നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ പോലും ഇഷ്ടികകളാക്കി മാറ്റി അവിടെ നമുക്ക് അവരുടെ സൗധമായിട്ടുള്ളൊരു വീട് പടുത്തുയർത്തണമെന്നാണ്. അതല്ലാതെ പോയവർ അവരാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് അവരുടെ തടസ്സങ്ങൾ. പക്ഷെ വളരെ 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 തമാശ എന്നൊരു ദുരന്തത്തിൽ പറയാൻ പാടില്ലെങ്കിലും വളരെ 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 അപമാനകരമായൊരു കാര്യം, കണം പിരിച്ചവനും പണം തന്നവനും പരസ്പരം സംശയം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു നിർത്താൻ പോലെ സർക്കാരിന് അതിനകത്ത് എന്തിനാണ് സർക്കാരിൻ്റെ പണി നോക്കി പോവുകയാണ്. ഒരു വിദ്വാൻ പറഞ്ഞത് സർക്കാർ ഭൂമി തന്നില്ല, സർക്കാർ തന്നെ ഭൂമിക്ക് വേണ്ടി നിയമയുദ്ധം നടത്തി 8 മാസം കഴിഞ്ഞ് പണം അടച്ചിട്ടാണ് ഭൂമി എടുത്തത്. ആ സർക്കാർ എങ്ങനെയാണ് പിന്നെ ആളുകൾക്ക് ഭൂമി തരിക? ലീഗുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു നിയമക്കുറിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. TLB സുമോട്ടോ എടുത്ത കേസാണ്. അതിൽ സർക്കാരിൻ്റെ നിയമക്കുറിപ്പ് എന്താണ്? അപ്പോൾ വീട് വയ്ക്കുന്നതിനും ആളുകളെ സഹായിക്കുന്നതിനും ഒക്കെയുള്ളവരുടെ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ
അവിടെയുള്ള പ്രശ്നം അവിടെ തീർത്താൽ മതി. ദയവായി ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കരുത്. 15 ലക്ഷം രൂപ കൊടുത്തല്ലോ വീട് വേണ്ടാത്തവർക്ക്. അപ്പോൾ അവരുടെ വാടക അടുത്ത മാസം മുതൽ ഒഴിവാക്കും എന്ന് പറയുന്നൊരു പ്രചരണം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് അവർ തള്ളി വിടുന്നുണ്ടോ സർക്കാർ? സർക്കാർ ആരെയും 15 ലക്ഷം രൂപ വാങ്ങാൻ നിർബന്ധിച്ചില്ല. വാങ്ങരുത് എന്നായിരുന്നു ഞങ്ങളുടെ അഭ്യർത്ഥന. വേഗത്തിൽ വാങ്ങി പോകുന്നവർ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതിന് ചില സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. വീട് കിട്ടിയിട്ട് പഠിച്ചാലും മതിയായിരുന്നു. അവരുടെ ഒപ്പീനിയൻ ഇതാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണമെന്ന് പറഞ്ഞാൽ അതിന് പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥനയൊന്നും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ മുറയ്ക്ക് പരിശോധിച്ച് നമുക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷേ 3 കാര്യത്തിൽ അങ്ങനെ പോയവരും പോകുന്നവരും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന ഭൂമി സുരക്ഷിതമാണോ എന്ന് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വീട് സുരക്ഷിതമാണോ എന്ന് നോക്കണം. ആ പ്രദേശം ഇനിയൊരു ദുരന്തം വരാത്ത വിധം സുരക്ഷിതമാണോ എന്ന് നോക്കണം. ഈ 3 കാര്യങ്ങളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭൂമി നിയമപരമായി സുരക്ഷിതമാണോ, നിങ്ങളുടെ വീട് ആവശ്യമായ സൗകര്യങ്ങളുള്ളതാണോ, നിങ്ങൾ നിൽക്കുന്ന ഇടം പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത വിധം സംരക്ഷിക്കപ്പെട്ടതാണോ, ഈ 3 കാര്യങ്ങൾ അവർ നോക്കണം എന്നാണ് അവരോടുള്ള അഭ്യർത്ഥന. ഒരു ദുരന്തബാധിതനെയും സർക്കാർ വഴിയാധാരമാക്കില്ല. ഒരു ദുരന്തബാധിതനെയും വഴിയിലിട്ട് പോകില്ല. ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളുടെയോ പ്രതിഷേധങ്ങളുടെയോ മുമ്പിൽ അർഹമാണെങ്കിൽ ചെവി കൊട്ടില്ല, കണ്ണടക്കില്ല. കാരണം അത് അസാധാരണക്കാരായ മനുഷ്യരുടെ വികാരമാണ്. പെട്ടെന്നൊരു ഞൊടിയിൽ, ഇപ്പോൾ ഒരു ഞൊടിയിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ദയവായി ആരും തയ്യാറാകരുത്. വളരെ സമചിത്തതയോടെ, നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, ചൂരൽമലയിലേക്ക് പുത്തുമലയിൽ നിന്ന് വന്നു, ചൂരൽമലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് പോകുന്നു. ഇനി പോകാൻ കഴിയാത്ത വിധം നാം സുരക്ഷിതരായിരിക്കണം. ആ കാര്യം നിർവഹിക്കും എന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതരോടൊപ്പം ഇപ്പോഴും സർക്കാരുണ്ട്. ഒരു ഘട്ടത്തിലും സർക്കാർ മാറിപ്പോകില്ല. അവസാനത്തെ ദുരന്തബാധിതനെയും സേഫാക്കാതെ ചുരം ഇറങ്ങില്ല ഈ ഗവൺമെൻറ്. 2026 പുതുവർഷ പുലരിയിൽ എല്ലാവർക്കും പുനരധിവാസം കാത്തു നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ ഒരു ചിരി ഉണ്ടാകുമെന്നാണ് മന്ത്രി എപ്പോഴും പറയുക. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഉറപ്പായിട്ടും ആ മാസ്റ്റർ പ്ലാനിൽ കയറിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് സാധൂകരിക്കും എന്നുള്ള ഉറപ്പും ഞങ്ങൾക്കുണ്ട്.